അസ്സലാമു അജ്മീറിലാണുള്ളത്. അജ്മീർ ഖാജ തങ്ങളുടെ ദർഗയിലാണുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്? നൂർ ആലം ബാബ ജിസ്തി ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി തങ്ങളുടെ ദർഗയുടെ ചാവി കൈവശമുള്ള എല്ലാ ദിവസവും അജ്മീർ ഖാജ തങ്ങളുടെ മക്ബറ തുറക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് മക്ബറയുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തരാൻ പോകുന്നത്. पल्ली ऊपर मस्जिद, ये मस्जिद अकबर बादशाह की तरफ की बनाई हुई है जी। ख्वाजा का दरबार सुबह मॉर्निंग में खोलता है, वो दरबार है बाबा का। നൂർ ആലം ജിസ്തി തങ്ങളാണ് എല്ലാ ദിവസവും രാവിലെ അജ്മീറിലെ ഖാജ തങ്ങളുടെ ദർഗ മെയിൻ ദർഗ തുറക്കുന്നതും. ദർഗയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ദർഗയിൽ തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ പൂവുകൾ, അതേപോലെ ചാദറുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ അത്തറ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കൊടുന്ന് വെച്ച സംഭവങ്ങളുണ്ടാവും. അതെല്ലാം എടുത്ത് മാറ്റി പുതിയത് അവിടെ പുതിയ ചാദർ വെക്കുക, അതേപോലെ തന്നെ പൂവുകൾ, കാര്യങ്ങൾ, ചന്ദനം തേക്കുക, അത്തറ് പുരട്ടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്തു വരുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നത് ഈ തങ്ങളും അതേപോലെ തങ്ങളുടെ കൂടെ കുറച്ച് ഹാദിമ്യങ്ങളുണ്ടാവും ഹെൽപ്പർമാരായിട്ട്. അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്തു വരുന്നത് എല്ലാ ദിവസവും. തങ്ങൾ രാവിലെ വന്നിട്ട് ദർഗ തുറന്നതാണ് കേട്ടോ. എനിക്ക് ദർഗയുടെ ചാവി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തങ്ങളത് എടുക്കാൻ വേണ്ടി ദർഗയുടെ അകത്തേക്ക് പോവുകയാണ്. തങ്ങളത് എടുത്തു വന്നു. ഈ കാണുന്നതാണ് ഖാജ തങ്ങളുടെ മക്ബറയുടെ കീ. നൂർ ആലം ജിസ്തി തങ്ങളാണ് വർഷങ്ങളായിട്ട് ഖാജ തങ്ങളുടെ ദർഗ തുറക്കുന്നതും ഈ ചാവി കൈവശം വെക്കുന്ന ആളും. സയ്യിദ് നൂർ ആലം ജിസ്തി. അപ്പോൾ തങ്ങൾ നമുക്ക് അജ്മീർത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. अब बताइए थोड़ा। हम ख्वाजा साहब का मक्कड़ है, ख्वाजा का बेटा है। ख्वाजा का दरबार सुबह मॉर्निंग में खोलता है। सुबह में 4:45 बजे दरबार ओपन करेगा जी। चादर चेंज करेगा ख्वाजा का दरबार का। ख्वाजा का दरबार पे चंदन चढ़ाएगा जी। चादर ओपन करेगा मज़ार को जी। इतर पेश करेगा दरबार में और फिर चादर चेंज करेगा। फिर ख्वाजा बाबा का मज़ार पे फूलों का चादर चढ़ाएगा जी। और फिर सबके लिए दुआ करेगा कि ख्वाजा सबका कुल्ले हाजात पूरा, मुराद हासिल, ईमान का दौलत अता करे। जितना लोग आता है ख्वाजा के दरबार में, हिंदू मुस्लिम सिख ईसाई सब के लिए ख्वाजा का दरबार में हम दुआ करता है। ये मस्जिद है, ये शाहजहां बादशाह की बनाई हुई है। ये शाहजहां ने बनवाई है और जुम्मे की नमाज 5 टाइम होती है और जुम्मा मस्जिद भी कहलाती है और जुम्मे की नमाज इसी में होती है। ठीक है, ले आओ। ദർഗയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഈ പള്ളിയാണ് ഷാജഹാൻ ചക്രവർത്തിയാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ എല്ലാ ഭക്തിനും ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ജുമാ നിസ്കാരം നടക്കുന്നതും ഈ പള്ളിയിലാണ്. इधर ऊपर 1.25 मन सोने का ताज है, 50 kg गोल्ड। ये नवाब रामपुर की तरफ का पेश किया हुआ है। रामपुर के नवाब ने जो है ये हमारी वकालत में ख्वाजा साहब के दरबार में पेश किया था, क्योंकि नवाब रामपुर के भी वकील हम ही हैं। हमारे थ्रू ही रामपुर के नवाब ने भी हाज़िरी दी और ये 1.25 मन सोने का ताज पेश किया और एक हवेली हमें बना के दी जी। ऊपर की साइड में एक हवेली है, ऊपर की हवेली मशहूर है, उसमें हमारा पूरा परिवार रहता है। वो हवेली भी हमको नजराने में पेश की। तो यहाँ जो भी नवाब आते गए, बादशाह आते गए, मुग़ल आते गए, वो सब हमारे ज़रिए से ही दरबार में हाज़िरी देते थे और हमें नजराने और जागीरें अपनी तरफ से पेश करते थे दरबार में। ले आओ, आओ इधर आओ, इधर से आओ, चल बेटा। വലിയ കുബ്ബയുടെ ദർഗയുടെ മുകളിലുള്ള വലിയ കുബ്ബയുടെ മുകളിലുള്ള ആ ഒരു കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. റാംപൂർ നവാബ് ഹൈദർ അലി ഖാനാണ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ये जन्नती दरवाज़ा है। साल में 4 मरतबा खुलता है जन्नती दरवाज़ा। ईद के दिन खुलता है, बकरा ईद के दिन खुलता है और ख्वाजा साहब के पीर ख्वाजा उस्मान हारूनी के उर्स पे खुलता है और ख्वाजा साहब के उर्स के ऊपर ये दरवाज़ा खुलता है। यहाँ गरीब नवाज ने दुआ की थी अल्लाह से, अल्लाह के रसूल से, क्योंकि यहीं पे बैठ के आपने 92 लाख मुसलमान किए और यहाँ पे दुआ करी गरीब नवाज के दरबार में कि जो इस दरवाजे से निकलेगा वो जन्नती हो जाएगा। तो ये रसूल खुदा से और अल्लाह से इस जगह पे दुआ करी और वो दुआ कबूल हुई और वो इंशाअल्लाह ये खुलता है साल में 4 मरतबा।
അതേപോലെ തന്നെ ജന്നത്തി ദർവാസ, ബാബ് ജന്ന എന്ന് പറയുന്ന മക്ബറയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഗേറ്റ് വർഷത്തിൽ ഇത് 4 പ്രാവശ്യമാണ് തുറക്കുന്നത്. ഒന്ന് വലിയ പെരുന്നാളിൻ്റെ അന്ന്, 2 ചെറിയ പെരുന്നാളിൻ്റെ അന്ന്, അതേപോലെ തന്നെ ഹാജ തങ്ങളുടെ ഉറൂസിൻ്റെ അന്ന്, അതേപോലെ ഹാജ തങ്ങളുടെ ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഉറൂസിൻ്റെ അന്ന്. ഇങ്ങനെ 4 പ്രാവശ്യമാണ് വർഷത്തിൽ ഈ ഗേറ്റ് തുറക്കുന്നത്. ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഗേറ്റിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ അകത്തും മക്ബറയുടെ ഉള്ളിലൂടെ വന്ന് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റും. അവിടെ നിന്ന് യാസിനും കാര്യങ്ങളൊക്കെ ഓതാൻ നല്ല തിരക്കായിരിക്കും. അതേപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ പുറത്തും ഭയങ്കര തിരക്കായിരിക്കും. ദുആക്ക് ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഹജ തങ്ങളുടെ ദർഗാ ക്യാമ്പസിനകത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ബാബ് ജന്നത്തി ദർവാസ എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് അസുഖമുള്ള ആൾക്കാരൊക്കെ അസുഖം മാറാനൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജന്നത്തി ദർവാസ. ये बाबा फरीद का चिल्ला है, मुहर्रम की 4 तारीख को खुलता है और इनका जो मज़ार है वो पाकिस्तान में है, पाक पट्टन में। वहाँ उनका उर्स होता है और ये चिल्ला खोला जाता है। कई लोगों को गलत फहमी है कि ख्वाजा साहब का कच्चा मज़ार ये सब गलत है। ये चिल्ला बाबा फरीद का है। वो यहाँ पे आए, उन्होंने यहाँ पे आके चिल्ला किया और ख्वाजा साहब ने उनको हुक्म दिया कि तुम्हारा हिस्सा दिल्ली में है बाबा कुतुब के पास। तो वो यहाँ से गए बाबा कुतुब और बाबा कुतुब के दरबार में जाके वहाँ उनसे जो है पीरी मुरीदी ली, उन्होंने मुरीदी ली और वहाँ से खिलाफत मिली उनको ख्वाजा कुतुबुद्दीन बख्तियार काकी से बाबा फरीद को। ये बाबा फरीद का चिल्ला है। ले आओ आगे आओ। ഹാജ തങ്ങളുടെ മക്ബറയുടെ വടക്ക് ഭാഗത്ത് കാണുന്ന ഈ ഒരു ഗേറ്റ്, ഇതിനകത്ത് മക്ബറ ഇല്ല. പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നാണ് തങ്ങൾ പറയുന്നത്. ഇതിനകത്തുള്ളത് ബാബ ഫരീദ് തങ്ങളുടെ ചില്ലയാണ്. ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലം, ഇരുന്നിരുന്ന സ്ഥലം, അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലങ്ങൾക്കാണ് ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളത് മക്ബറയല്ല, ബാബ ഫരീദ് തങ്ങളുടെ ചില്ലയാണ്. തങ്ങളുടെ മക്ബറയുള്ളത് പാകിസ്ഥാനിലാണ്. ഹാജ തങ്ങളുടെ മുരീദാവാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഇവിടുന്ന് മുരീദാവാൻ പറ്റിയില്ല. ഹാജ തങ്ങൾ ഇദ്ദേഹത്തെ ഡൽഹിയിലുള്ള ഹാജ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്നാണ് മുരീദ് സ്ഥാനം ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ തങ്ങളാണ് മുരീദ് സ്ഥാനം തരേണ്ടത് എന്ന് പറയുകയും അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. നൂറ് ആലം ബാബയുടെ കൂടെ വന്ന് തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാനും സിയാറത്ത് ചെയ്യാനും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ये हुजूर गरीब नवाज की बीवी का मज़ार है। ख्वाजा साहब की 2 बेगम हैं, दोनों का मज़ार इसके अंदर है और इसको बीबी चमेली अम्मा कहते हैं। और जो यहाँ से नाली में से पानी निकाल के पीता है, इसमें से बना हुआ है, समझे। तमाम बला बीमारी शिफा होता है जी, आँखों में रोशनी आता है और तमाम बीमारी शिफा होता है। लो पियो, सब पियो पियो, तमाम बला बीमारियाँ शिफा होता है। बीबी अम्मा का मज़ार है। ഹാജ തങ്ങൾക്ക് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ മക്ബറകളാണ് ഈ കാണുന്നത്. ഹാജ തങ്ങളുടെ മക്ബറയുടെ വടക്ക് ഭാഗത്ത് ബാബ ഫരീദ് തങ്ങളുടെ ചില്ല കഴിഞ്ഞ് നേരെ കാണുന്നതാണ്, അതിൻ്റെ നേരെ വലത് ഭാഗത്ത് കാണുന്നതാണ് ഹാജ തങ്ങളുടെ ഭാര്യമാരുടെ മക്ബറ. ഇവിടെ നിന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത അസുഖങ്ങളില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മക്ബറയുടെ നേരെ താഴെ അടുത്തായിട്ട് കാണുന്ന ഈ ഹോളിൽ വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാലും മാറാത്ത അസുഖങ്ങളില്ല എന്നാണ് തങ്ങൾ പറയുന്നത്. ഇതേപോലെ അസുഖങ്ങൾ മാറുന്ന അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി സ്ഥലങ്ങൾ അജ്മീർ ദർഗക്കകത്തുണ്ട്. നൂറ് ആലം ബാബ തങ്ങളുടെ അടുത്ത് നേരിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. അവരെയൊക്കെ രാവിലെ തങ്ങൾ ദർഗ തുറക്കാൻ പോകുന്ന സമയത്ത് തങ്ങൾ അവരെയും കൂട്ടി പോവുകയും ദർഗക്കകത്ത് പോയിട്ട് തങ്ങൾ ദുആ ചെയ്യുകയും പുറത്ത് വന്ന് ഇതേപോലുള്ള നിരവധി സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട്. सरकार ने बुलाया, इंशाल्लाह तमाम बला बीमारियां सब शिफा इंशाल्लाह। दुआ करते दरबार। चलो बेटा इधर से आओ, आगे बढ़ो। चलो आगे बढ़ो, आगे बढ़ो, आगे बढ़ो, आगे बढ़ो बेटा, आगे बढ़ो। यहाँ उर्स के वक्त में कव्वाली का प्रोग्राम होता है। तो जितने कव्वाल लोग होते हैं वो सब यहीं पे अपनी अपनी हाजिरी देते हैं दरबार में। ठीक है। ये हौज है। जब अंग्रेज़ों का राज था तो मलिका विक्टोरिया जो है, क्वीन मैरी जो है, वो ख्वाजा साहब के दरबार में आई और उसने आके, क्योंकि उनका हुकूमत था, उनका राज था, वो लोग बोला क्या नाम से कि हम जूते पहन के अंदर जाएगा। जब वो जूते पहन के अंदर गया तो उसके बदन में आग लग गया।
हमारे बुजुर्गों ने रोका कि जूता पहन के नहीं जाते, उन्होंने हम जूता पहन के अंदर जाएगा। वो जूते पहन के अंदर गई तो उसके बदन में आग जैसी लग गई। उसने बाहर आया, बाहर आके लिखा कोई भी अंग्रेज आने से जूता वगैरह बाहर उतार के आएगा और यहाँ हाथ पैर धोने के लिए ये हौज बनाया। ये उसका तख्ती है, क्वीन मैरी है नहीं। അജ്മീർ ദർഗക്കകത്തേക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റൂല. ഇപ്പോൾ ഉള്ളതല്ല, മുമ്പ് കാലങ്ങളിലെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്യൂൻ മാരി എന്ന് പറയുന്ന ചക്രവർത്തി അവർ പറഞ്ഞു ഞാൻ അജ്മീർ ദർഗക്കകത്ത് ചെരുപ്പിട്ട് കയറും എന്ന് പറയുകയും അവർ ചെരുപ്പിട്ട് അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ അവർ കയറിയ സമയത്ത് അവർക്ക് ശരീരത്തിൽ തീ പോലെ എന്തോ ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ അവർ തിരിച്ചു പോന്നു. അവർ പറഞ്ഞു ഇനി ആര് അജ്മീർ ദർഗക്കകത്ത് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ, അവർ അങ്ങനെ വരുന്ന സമയത്ത് കയ്യും കാലും കഴുകി പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് എന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഡൊണേറ്റ് ചെയ്തതാണ് ഈ ഒരു ബിൽഡിംഗ് കയ്യും കാലും കഴുകാനായിട്ട്, അതായത് ഒളു എടുക്കാനായിട്ട് അവർ ഡൊണേറ്റ് ചെയ്തതാണ്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് നേരെ കാണുന്ന ഈ സബ്സ്ക്രൈബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ये ख्वाजा का ये बड़ा देग है बाबा का, ये बड़ा देग है, बड़ा चंबू बोलता है इसको जी, इसको बड़ा देग बोलता है। ख्वाजा का बड़ा देग है जी, इसमें 120 मन चावल पकता है और वो जो छोटा देग है उसमें 60 मन चावल पकता है। और वो जो है जहांगीर बादशाह की तरफ का पेश किया हुआ है, ये अकबर बादशाह की तरफ से है। ये बड़ा चंबू है अकबर चक्रवर्ती, वो छोटा चंबू इसमें 120 मन पकता है, उसमें 60 मन पकता है। कोई भी लोग आता है इधर तो पहले हमसे कांटेक्ट करता है, हमसे कांटेक्ट करने के बाद हमको बताता है, तो फिर हम उसका चंबू बुक करता है, फिर ये देग पकाता है दरबार में, समझे जी। तो ये जो देग है बाबा का, इसमें हर मज़हब का आदमी खा सकता है, हिंदू मुस्लिम सिख ईसाई सब खा सकता है। ये प्योर वेज बनता है, मीठा स्वीट डिश बनता है दरबार में, കേസരിയ ഖാജ തങ്ങളുടെ ദർഗക്കകത്ത് പല രീതിയിലുള്ള ഭക്ഷണ വിതരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് അവിടെയുള്ള വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിതരണം നടത്താൻ പറ്റും. നമുക്ക് നേരിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു തങ്ങന്മാർ വഴിയാണ്, ഇവിടെയുള്ള തങ്ങന്മാർ വഴിയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. നൂറുകാലം ബാബ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വലിയ 2 ചെമ്പുകളിൽ ദർഗക്കകത്തേക്ക് കയറുമ്പോൾ വലത് ഭാഗത്ത് കാണുന്നതാണ് വലിയ ചെമ്പ്. വലിയ ചെമ്പിൽ ഏകദേശം 4800 കിലോ ഭക്ഷണമാണ് പാകം ചെയ്യാൻ പറ്റുന്നത്. അക്ബർ ചക്രവർത്തിയാണ് ഈ ചെമ്പ് ഇവിടെ ഡൊണേറ്റ് ചെയ്തത്, അതായത് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. ദർഗക്കകത്ത് കയറുമ്പോൾ വലത് ഭാഗത്തുള്ളത് വലിയ ചെമ്പ്, ഇടത് ഭാഗത്തുള്ളതാണ് ചെറിയ ചെമ്പ്. അത് ജഹാംഗീർ ചക്രവർത്തിയാണ് ഡൊണേറ്റ് ചെയ്തത്. ഏകദേശം 2400 കിലോ ഭക്ഷണമാണ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ये 500 में 1000 और ये 70, ये हो गया 1070। ഈ ചെമ്പുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ്. അരി, അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ശർക്കര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു ചുവന്ന കളറിലായിരിക്കും ആ ഭക്ഷണം. രാത്രിയാണ് ഈ ചെമ്പുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത് രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ചെമ്പുകളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വിതരണം ചെയ്യും. അതേപോലെ ഭക്ഷണ വിതരണം ഉണ്ടാവാറുണ്ട്. ഉച്ചക്ക് ളുഹ്ർ നിസ്കാരത്തിന് ശേഷം മക്ബറയുടെ തെക്ക് ഭാഗത്തായിട്ട് ഭക്ഷണ വിതരണം ഉണ്ടാവാറുണ്ട്. അവിടെ ആളുകൾ വരിക്ക് നിന്നിട്ട് ആ ഭക്ഷണം മേടിക്കാറുണ്ട്. അതേപോലെ ഖാജ തങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണമാണ് ലങ്കർ കഞ്ഞി. 800 വർഷങ്ങൾക്ക് മുമ്പ് ഖാജ തങ്ങൾ കഴിച്ചിരുന്ന ഓട്സ് കൊണ്ടാണ് ലങ്കർ കഞ്ഞി ഉണ്ടാക്കുന്നത്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഖാജ തങ്ങൾ ഓട്സ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. തങ്ങൾ അതാണ് കഴിച്ചിരുന്നത്. ഇപ്പോഴും ഓട്സ് കൊണ്ടാണ് ലങ്കർ കഞ്ഞി എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി കഴിക്കുന്ന ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നൂറുകാലം ബാബയാണ് ചെയ്തു വരുന്നത്. നൂറുകാലം ബാബയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലങ്കർ കഞ്ഞി എവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ये बुलंद दरवाज़ा है, इधर आओ। ये बुलंद दरवाज़ा अलाउद्दीन खिलजी बादशाह का बनाया हुआ है। ये अलाउद्दीन खिलजी बादशाह ने बनाया, अलाउद्दीन खिलजी चक्रवर्ती, वो इधर बनाया ये बुलंद दरवाज़ा। फर्स्ट गेट यही था, उसके बाद सेकंड गेट शाहजहां बनाया, उसके बाद निज़ाम हैदराबाद ने बनाया। तो ये फर्स्ट गेट अलाउद्दीन खिलजी बादशाह ने बनाया। और जो उर्स होता है तो उर्स का परचम इसी पे लहराया जाता है। 25 तारीख को परचम उर्स के पहले
उर्स के 6 दिन पहले परचम यहीं लहराया जाता है उर्स का। ദർഗക്ക് ഒരുപാട് കവാടങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് ബുലന്ദ് ദർവാസ എന്ന് പറയുന്ന ഈ ഗേറ്റ്. അതായത് ഇപ്പോൾ ഇത് 3ാമത്തെ ഗേറ്റാണ്. ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് നിസാമി ഗേറ്റ്, 2ാമത്തെ ഗേറ്റ് ഷാജഹാനി ഗേറ്റ്, 3ാമത്തെ ഗേറ്റാണ് ബുലന്ദ് ദർവാസ. പണ്ട് ഇതായിരുന്നു ദർഗയുടെ മെയിൻ ഗേറ്റ്. ഇപ്പോഴും ദർഗയിൽ ഉറൂസ് നടക്കുന്ന സമയത്ത് 6 ദിവസം മുമ്പ് പതാക ഉയർത്തുന്നത് ഈ ബുലന്ദ് ദർവാസക്ക് മുകളിലാണ്. ये पल्ली है, पल्ली ऊपर मस्जिद। ये मस्जिद अकबर बादशाह की तरफ की बनाई हुई है। ये अकबर बादशाह ने इस मस्जिद को तामीर कराया है। अकबर चक्रवर्ती अकबर बादशाह ने इस मस्जिद को बनाया है। हाँ, और ये जो है ये नौबत खाना है, यहाँ नौबत बजता है टाइम पे। ये शाहजहाँ बादशाह की तरफ का बनाया हुआ है। इसको टाइम टाइम पे नौबत बजता है, 12 बजे, 3 बजे, 6 बजे, 9 बजे, चारों टाइम पे यहाँ पे दरबार में नौबत बजता है। कोई भी फंक्शन, कोई प्रोग्राम होता है तो यहीं पे, और रोशनी का जो डंका होता है वो भी यहीं से बजता है। മുമ്പ് കാലങ്ങളിലൊക്കെ ബാങ്കിന്റെ സമയത്ത് ചെണ്ട കൊട്ടിയിരുന്നത് പോലെ ഇപ്പോഴും അജ്മീറിൽ ആ ഒരു ചെണ്ട കൊട്ടുന്ന സംഭവമുണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ये जो फर्श जो है महाराजा इंदौर ने बनवाई थी। इंदौर का राजा था, इंदौर का चक्रवर्ती जी। हाँ, उसने ये फर्श बनवाया था। और ये निज़ाम गेट है, फर्स्ट गेट, मेन गेट निज़ाम गेट। निज़ाम हैदराबाद हैदराबाद के निज़ाम ने इसको तामीर कराया था। ये अभी फर्स्ट गेट ये है, पहले बुलंद दरवाज़ा था, फिर कलमी दरवाज़ा बना, फिर ये निज़ाम गेट बना। निज़ाम हैदराबाद की तरफ से ये बनाया हुआ है। ये मेन गेट है, നിസാം ഹൈദരാബാദ് का पेश किया हुआ है। ദർഗാ ഷെരീഫിന് 8ഓളം ഗേറ്റുകളുണ്ട്, മുൻവശത്തും പിൻവശത്തും സൈഡിലൊക്കെ ആയിട്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മുൻവശത്തുള്ള മെയിൻ ഗേറ്റ് ഈ നിസാമി ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റാണ് ഇപ്പോൾ മെയിൻ ഗേറ്റ്. മുമ്പ് ബുലന്ദ് ദർവാസ ആയിരുന്നു മെയിൻ ഗേറ്റ്. ഇപ്പോൾ നിസാമി ഗേറ്റ് എന്ന് പറയുന്ന മുൻവശത്തുള്ള ഈ വലിയ കവാടാണ് മെയിൻ. സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്, സുബ്ഹാൻ യാ മൗല, യാ മൗല, യാ മൗല, या अली अलमदद। दरे ख्वाजा है ये, यहाँ जो भी आए मुरादें वो पाए, मुकद्दर जगाए। ख्वाजा का दरबार है, सबको मिलता है दरबार से, सबको मिलता है ख्वाजा के दरबार से। सब कुल्ले हाजात पूरा मुराद हासिल। सुभान अल्लाह। नादे अली, ये नादे अली है, ईरान से आया जी। ये ईरान का आदमी ला के पेश किया। नादे अली मज़रुल जायब। सुभान अल्लाह, सुभान अल्लाह। ये नादे अली है का गंजी। അജ്മീർ കഞ്ഞി എന്ന് പറയുന്ന ലങ്കർ കഞ്ഞി. ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് ഗേറ്റ് നമ്പർ 3ലാണ്. നൂറാലം ബാബയുടെ ഉടമസ്ഥതയിലാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. ദർഗയിൽ കയറി കഴിഞ്ഞാൽ ഖാജാ തങ്ങളുടെ മക്ബറ എത്തുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തായിട്ട് ഗേറ്റ് നമ്പർ 3 ഉണ്ട്. ആ ഭാഗത്തായിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും. നമുക്ക് മുകളിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ये लंगर खाना गंजी, इधर गंजी बढ़ता है सुबह शाम 2 टाइम। ये अकबर बादशाह ने लाइन लगवाया था। और ये अभी लेडीज कॉरिडोर नमाज के लिए ऊपर बनता है टेरिस जी जी। तो ऊपर जो है नमाज का होगा इंतज़ाम। और ये लाइन है लंगर का। और ये अंदर चांदी का ताजिया है, 125 kg ताजिया चांदी का, 125 kg सिल्वर ताजिया इमाम हुसैन अलैहिस्सलाम का। वो हर जुमेरात को खुलता है और यहाँ सोजो सलाम होता है और नियाज होता है, शरबत बटता है, मिठाई होता है, उस पर नियाज होता है। तो ये अपना बैठक भी है। इधर आओ। നമ്പർ 3 നടന്നു പോകുമ്പോൾ ഇടത് ഭാഗത്ത് ഇപ്പോൾ തങ്ങൾ കാണിച്ചു തന്ന ഈ ഭാഗത്താണ് 125 കിലോ വെയിറ്റ് വരുന്ന വെള്ളിയുടെ ഒരു കിരീടമുള്ളത്. എല്ലാ വ്യാഴാഴ്ചയുമാണ് അത് തുറക്കുന്നത്. തൂണും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ മുകളിലായിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ये चूल्हा है, ये चूल्हा है लंगर का। ലങ്കർ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ താഴെ ഭാഗത്ത് ചെമ്പിന്റെ താഴത്ത് കത്തിക്കുന്ന ചൂളയുണ്ട്. लंगर चूल्हा समझ गया? हाँ चूल्हा समझ गया। ये लंगर का चूल्हा है। इसमें लंगर पकता है 11 मन सुबह, 11 मन शाम को, 2 टाइम। सुबह फजर नमाज, शाम को असर नमाज, 2 टाइम। സുബഹിക്ക് ശേഷവും അസറിന് ശേഷമാണ് ലങ്കർ കഞ്ഞി വിതരണം ചെയ്യുന്ന സമയം. गंजी ख्वाजा का लंगर। ले आओ, इधर आओ। ये ख्वाजा का चंबू है, इसमें गंजी बनता है 2 टाइम। 11 मन सुबह, 11 मन शाम को, 2 टाइम, 2 देंगे। ये बादशाह अकबर ने बनवाया है। ये 2 टाइम लंगर बनता है।
सुबह फजर की नमाज, शाम को असर के टाइम, 11 मन सुबह 11 मन शाम को। ये पूरा अकबर बादशाह ने इसको तामीर किया। इसके पहले ख्वाजा साहब के ज़माने में ऐसा नहीं था। ख्वाजा साहब का ज़माने में भी दलिया बनता था, क्योंकि लंगर ख्वाजा साहब का जारी किया हुआ है। इस लंगर से तमाम बला बीमारियां दूर होती हैं। तमाम बीमारी इस लंगर से दूर होता है। जब अकबर बादशाह यहाँ पे आया तो उसने भी ख्वाजा साहब का तबरुक मंगाया। तो उसने सोने का प्याला देके अपने मुलाजिम को भेजा, और मुलाजिम को भेज के उसने लंगर मंगाया। जब वो यहाँ से लंगर लेके गया बाहर, तो उसका लंगर गिर गया। जब गिर गया तो दोबारा आया तो लंगर ख़त्म हो गया। जब ख़त्म हो गया लंगर, तो अकबर बादशाह को लंगर नहीं मिला। तो जब अकबर आज़म रात को सोता है, तो ख्वाजा बाबा उसको बशारत देता है, उसको सपने में आके बताता है कि तुम खुद आओ और मट्टी का प्याला लेके आओ और लाइन में लग के इस लंगर को हासिल करो, तब इस लंगर से तुम फैज़याब होगे, तब तुम्हें ये लंगर फ़ायदा करेगा। तो दूसरे दिन अकबर आज़म ने इंतज़ार किया, और जब टाइम हुआ तो खुद लाइन में लग के मट्टी का प्याला लेके और उसने इस दरबार का लंगर हासिल किया। और जिस जगह लंगर गिरा था वहीं बैठ के उसने लंगर पिया। वो जगह भी हम आपको इंशाअल्लाह अभी बताता है। ठीक है। അപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ ഈ ചെമ്പിലാണ് ലങ്കർ കഞ്ഞി ഉണ്ടാക്കുന്നത്. പുറത്ത് കണ്ട 2 ചെമ്പുകൾ വേറെയാണ്. ഈ ചെമ്പ് ഇരിക്കുന്നത് ഗേറ്റ് നമ്പർ 3യുടെ ഉള്ളിലാണ്. ഈ ചെമ്പിലാണ് ലങ്കർ കഞ്ഞി ഉണ്ടാക്കുന്നത്. സുബഹ് നിസ്കാരത്തിന് ശേഷം അസർ നിസ്കാരത്തിന് ശേഷമാണ് ഈ लंगर कन्नी वितरण। ख्वाजा बाबा ने भी यही लंगर पिया पूरा लाइफ, फुल लाइफ ख्वाजा बाबा ने यही लंगर पिया और यही लंगर जारी किया। पूरा लाइफ में ख्वाजा बाबा ने 2.5 सेर जो खाया, कितना खाया? 2.5 सेर बोले तो 3.5 kg, 3.5 किलो पूरे लाइफ में। और अपनों को रोज 3.5 किलो चाहिए सुबह से शाम तक। ख्वाजा बाबा ने पूरा लाइफ में 3.5 किलो खाया। और ये जो हम दलिया पीता है, इसको डॉक्टर बताता है ओट्स खाओ। ख्वाजा बाबा ने 850 साल पहले ओट्स का डिक्लेयर किया और ओट्स खिलाया सबको। आज डॉक्टर बोलता है ओट्स खाओ, सब बीमारी दूर होएगा ये ओट्स से। തങ്ങൾ പറയുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പ് ഖാജാ തങ്ങൾ ഇതേ ഓട്സ് കൊണ്ടുണ്ടാക്കിയ ഇതേ ലങ്കർ കഞ്ഞി തന്നെയായിരുന്നു തങ്ങൾ കഴിച്ചിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം 3.5 കിലോ ലങ്കർ കഞ്ഞി തങ്ങൾ കഴിച്ചിരുന്നു എന്നാണ് തങ്ങൾ പറയുന്നത്. बादशाह अकबर का जो लंगर था वो यही गिरा था। तो अकबर आजम ने जब लंगर लिया वहां से, तो यहीं पे बैठ के उसने लंगर पिया और ये छतरी बनवाया। तो ये आज तक यादगार है अकबर की। ये अकबर चक्रवर्ती ने बनाया, यही लंगर अकबर का गिरा था। तो यहीं बैठ के लंगर पिया अकबर बादशाह ने, अकबर चक्रवर्ती। ठीक है, ये सब हमारा बैठक है, इधर सब हम बैठता है। आओ। അക്ബർ ചക്രവർത്തിക്ക് ലങ്കർ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരനെ ഒരു സ്വർണ്ണപാത്രം കൊണ്ട് ഇങ്ങോട്ടേക്ക് ലങ്കർ കഞ്ഞി കൊണ്ടുവരാനായിട്ട് അയക്കുകയും ആ ജോലിക്കാരൻ ഇവിടെ വന്ന് ലങ്കർ കഞ്ഞി മേടിച്ച് പോകുന്ന സമയത്ത് തങ്ങൾ ഈ കാണിച്ചു തരുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ലങ്കർ കഞ്ഞി താഴെ വീണ് പോവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും ലങ്കർ കഞ്ഞി മേടിക്കാൻ വന്നപ്പോൾ കഞ്ഞി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് അന്ന് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല, ഈ ലങ്കർ കഞ്ഞി അക്ബർ ചക്രവർത്തിക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അക്ബർ ചക്രവർത്തി സ്വപ്നം കാണുകയുണ്ടായി, ഒരു മൺപാത്രവുമായി ഇവിടെ വന്ന് വരിക്ക് നിന്ന് ലങ്കർ കഞ്ഞി മേടിച്ച് കുടിക്കാൻ വേണ്ടി പറയുന്നതായിട്ട് ഖാജാ തങ്ങൾ പറയുന്നതായിട്ട്. അങ്ങനെ അക്ബർ ചക്രവർത്തി ഇവിടെ വരികയും ഇതേ സ്ഥലത്ത് വെച്ച് തങ്ങൾ ഈ കാണിക്കുന്ന സ്ഥലത്ത് വെച്ച് അക്ബർ ചക്രവർത്തിയുടെ ജോലിക്കാരൻ്റെ കയ്യിൽ നിന്നും സ്വർണ്ണപാത്രത്തിൽ നിന്ന് ലങ്കർ കഞ്ഞി വീണുപോയ ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അക്ബർ ചക്രവർത്തി ലങ്കർ കഞ്ഞി കുടിച്ചത്. അതിൻ്റെ ഓർമ്മക്കായിട്ട് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ചെമ്പ്, അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ये जो है ये हमारा बैठक है जी, ये लंगर खाना भी है जी, और ये हमारा बैठक है जी, यहाँ हम बैठता है और लंगर सबको पिलाता है गंजी, और हम भी पीता है और सबको लंगर खिलाता है। ये हम है, ये ख्वाजा बाबा का गेट है जी, ये हम बैठा है जी, ये चाबी है दरबार का, हाँ जी, दरबार का चाबी, ये चाबी है। ये मॉर्निंग में 3 बजे जब हम खोलता है, 4 बजे जब का सीन है ये हमारा बेटा है जी, मेरा मक्कल, जी, जी, इसके भी गले में चाबी डला है, वो भी बेटा है। और ये ख्वाजा बाबा का पूरा, और ये मेरा दादा
ये हाजी ज़हूर मियाँ साहब, इसको 80 साल पहले यही ख्वाजा बाबा का दरबार खोलता था जी ये अल्लाह के पास गया, 80 साल हो गया। जी 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 उसका बाद इसका ड्यूटी इसको मिला दादा को, इसका 41 साल हो गया इसको अल्लाह के पास जाके, हमारा दादा जी उसका बाद उसको ड्यूटी मिला 21 साल हो गया मेरा अब्बा को, जी मोहम्मद हुसैन मियाँ साहब, जी और वो हम है ना। जी तो ये जगह है 3 नंबर गेट, और लंगर खाना यहीं पे हम बैठता है, यही मुकाम है हमारा, ठीक है ना। ये सब मौला हुसैन के लगे हैं, मौला कायनात के। हम पंजतन से वाबस्ता लोग हैं, हम हुसैन के मानने वाले, मौला के मानने वाले, अली के मानने वाले, रसूल के मानने वाले लोग हैं। आज हम सब के घर आ गए रहमतों के कदम, पंजतन से हैं वाबस्ता हम, यह है मौला अली का करम, यह है मौला अली का करम। ഇപ്പോൾ കാണിച്ച സ്ഥലമാണ് നൂറുകാലം ബാബ ഗേറ്റ് നമ്പർ 3 ഇരിക്കുന്ന സ്ഥലം. തങ്ങൾ അജ്മീർ ദർഗ തുറക്കുന്ന സമയത്ത് രാവിലെ എടുത്ത ഫോട്ടോ ആണ് കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഫോട്ടോ ആണ് ഇടതും വലതും കാണിച്ചത്. അതേപോലെ തങ്ങൾക്ക് മുമ്പ് ദർഗ തുറന്നിരുന്ന ആളുകൾ, തങ്ങളുടെ ഉപ്പയും ഉപ്പാപ്പമാരുടെയൊക്കെ ഫോട്ടോസാണ് കാണിച്ചത്. ये मस्जिद है, ये संदल खाना मस्जिद है जी मस्जिद संदल खाना जी वो लिखा है इंग्लिश, मस्जिद संदल खाना। जी ये औरंगजेब बादशाह औरंगजेब ने बनाया इसको, औरंगजेब चक्रवर्ती, औरंगजेब चक्रवर्ती ने इस मस्जिद को बनाया। ओलिया मस्जिद है। जब हुजूर गरीब नवाज आया फर्स्ट टाइम, तो फर्स्ट टाइम आने के बाद ख्वाजा इधर ही बैठा और ख्वाजा ने इधर नमाज पढ़ा। जी तो इधर नमाज पढ़ा तो जो राजा था जी पृथ्वीराज चौहान, हाँ जी तो उसका ऊँट वगैरह इधर ही बैठता था। तो उसका जब सिपाही वगैरह था, उन्होंने क्या, उठो यहाँ पे हमारे राजा के ऊँट बैठेंगे। तो ख्वाजा ने कहा कि ठीक है, ख्वाजा को परेशान किया, तो ख्वाजा उठ गए यहाँ से, कहा चलो अब तुम्हारा ऊँट ही बैठेगा। ख्वाजा उठ के उधर चले गए, उधर जाके बैठ गए। तो वो 2 दिन गुजर गया, 3 दिन गुजर गया, राजा का ऊँट बैठा तो उठता ही नहीं। फिर उन्होंने ख्वाजा के पास गया, माफ़ी नामी मांगा, ख्वाजा के कदमों में गिरा, तो ख्वाजा की दुआ से फिर वो लोग ऊँट यहाँ से उठा। और ये औलिया मस्जिद है, तो जो भी लोग आता है वो लोग ओलिया मस्जिद में यहाँ 2 रकात नमाज शुक्राना अदा करता है। ये ओलिया मस्जिद है ख्वाजा का, ठीक है। അജ്മീറിലെ ഔലിയ പള്ളി അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഔലിയ മസ്ജിദ് എന്ന് പറയുന്ന അജ്മീറിലെ ഔലിയ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ഓതുന്നവരുണ്ട്. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാൻ രാജാവിൻ്റെ ജോലിക്കാർ തങ്ങളിവിടെ വന്ന് നിസ്കരിച്ച സമയത്ത് തങ്ങളോട് ഇവിടുന്ന് എണീക്കാൻ പറയുകയും, രാജാവിൻ്റെ ഒട്ടകം ഇരിക്കുന്ന സ്ഥലമാണ് ഇത്, ഇവിടുന്ന് എണീക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ അവിടുന്ന് എണീക്കുകയും അവരോട് പറഞ്ഞു നിങ്ങളുടെ ഒട്ടകം ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തങ്ങൾ എണീച്ചു. അങ്ങനെ ഒട്ടകം 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഒട്ടകം എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതെന്തോ പ്രത്യേകത ഉള്ള ആളാണെന്ന്. അങ്ങനെ തങ്ങളോട് പോയി മാപ്പപേക്ഷിച്ചിട്ടാണ് ഒട്ടകം ഇവിടുന്ന് എണീച്ചു പോയത്. അങ്ങനെ തങ്ങളുടെ വലിയൊരു കറാമത്ത് കാണിച്ച സ്ഥലം കൂടിയാണ് ഈ ഔലിയ മസ്ജിദ് എന്ന് പറയുന്ന ഔലിയ പള്ളി. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ എല്ലാവരും ഇവിടെ വന്ന് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ഓതുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഔലിയ മസ്ജിദ് എന്ന് പറയുന്ന ഔലിയ പള്ളി. ये शाहजहां की लड़की जहां आरा बेगम का बनाया हुआ, शाहजहां की लड़की ने इसको बनाया, तामीर किया। क्योंकि जितने मुगल थे वो सब ख्वाजा को बहुत मानते थे, बहुत चाहते थे, क्योंकि उनकी भी हुकूमत ख्वाजा की वजह से ही चलती थी। और आज भी जो हुकूमतें चल रही हैं बिना ख्वाजा की मर्जी के नहीं हो सकता कुछ, समझे। तो ये जो है शाहजहां की लड़की ने बनवाया है ये दलान। लोग लाइन से जा रहे हैं ज़ियारत के लिए, ठीक है। ഷാജഹാൻ ചക്രവർത്തിയുടെ മകൾ ജഹാനറ ബീഗാണ് ഈ ഒരു ഭാഗം, അതായത് ദർഗയുടെ കിഴക്ക് ഭാഗത്തുള്ള എൻട്രൻസ്, ആളുകൾ വരിക്ക് നിന്ന് ദർഗയിലേക്ക് സിയാറത്തിന് കയറുന്ന ആ ഒരു ഭാഗം ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൾ ജഹാനറ ബീഗം ആയിരുന്നു. कहाँ गया?
हाँ भैया രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ആളുകളാണ് ദർഗയിലെത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആചാരങ്ങളായിരിക്കും. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ദർഗയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. തങ്ങളുടെ കൂടെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് വരിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ തങ്ങളുടെ കൂടെ ദർഗയിലേക്ക് നമുക്ക് കയറിപ്പോയി പെട്ടെന്ന് തന്നെ സിയാറത്ത് ചെയ്ത് പെട്ടെന്ന് പുറത്തു വരാൻ പറ്റും. अस्सलातु वस्सलाम अलैका या हबीब अल्लाह, अस्सलातु वस्सलाम अलैका या नबी अल्लाह, अस्सलातु वस्सलाम अलैका या रसूल अल्लाह, अस्सलातु वस्सलाम अलैका या खैर खल्क अल्लाह। मुझ गुनाहगार की है शर्म है आपके हाथ, हमारे आका हमारे मौला, हम सब की बिगड़ी के बनाने वाले सरकार करम फरमाई। अरे चादर लेके इधर आ ये पॉकेट मोबाइल का ध्यान रखना सब लोग, बुला सबको बुला। നൂറുകാലം ബാബയുടെ കൂടെ വന്ന് തങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാനും സിയാറത്ത് ചെയ്യാനും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ठीक है, हेलो, हाँ चलो चादर का लो, चादर हाँ खड़ा करो। അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹാജാ തങ്ങളുടെ ദർഗാ ഷരീഫിനകത്ത് തങ്ങളുടെ ഭാര്യമാരുടെ, തങ്ങളുടെ മുരീദുമാരുടെ, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകളുടെ, അതേപോലെ തന്നെ തങ്ങളുടെ കൂടെ വന്ന നിരവധി ആളുകളുടെ ഒരുപാട് പേരുടെ മക്ബറകളും ഒരുപാട് സംഭവങ്ങളും കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഹാജാ തങ്ങളുടെ മക്ബറ വന്ന് സിയാറത്ത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്.